ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC Arabi. ഇപ്പം നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്കിപ്പം പുതിയ പാറ്റേൺ ബേസ്ഡ് ആയിട്ട് QAയിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PYQ ഡിസ്കഷൻ നടത്താം. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന പുതിയ പാറ്റേൺ പ്രകാരം നടന്നിരിക്കുന്ന എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ QAയുടെ ഒക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ പെർസെൻറ്റേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ വാല്യൂ ഓഫ് എ മെഷീൻ ഡിപ്രിഷിയേറ്റ്സ് 10% ഇൻ ദ ഫസ്റ്റ് ഇയർ, 20% ഇൻ ദ സെക്കൻഡ് ഇയർ ആൻഡ് 33.33% ഇൻ ദ തേർഡ് ഇയർ. ഇഫ് ദ ഇനീഷ്യൽ വാല്യൂ വാസ് ₹20,000, what is its value at the end of 3 years? സോ നമ്മളിവിടെ നോക്കുമ്പം ഇനീഷ്യലി ഉണ്ടായിരുന്ന വാല്യൂ 20,000 ആണ്. ഫസ്റ്റ് തന്നെ എല്ലാം ഡിപ്രീഷിയേറ്റ് ആണ് അല്ലെ, എല്ലാം ഡിക്രീസ് ആണ് വരുന്നത്. ആദ്യം 10% ഡിക്രീസ്, 10%നെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1/10. 1/10 ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? 9/10. വീണ്ടും 20% അഥവാ 1/5 ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 4/5. അഗെയിൻ 33.33% അഥവാ 1/3 ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 2/3 ആയിട്ട് മാറും. സോ ഇത്ര സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും വരുന്നില്ല. 3 തവണ 5 400 തവണ. സോ ഫൈനൽ ആൻസർ വരുന്നത് 400 × 3 × 4 12 × 2 24 4 96 2 0 അല്ലെ, 9600 ആണ് ഫൈനൽ വാല്യൂ എന്ന് പറയാം. സോ ഓപ്ഷൻ ടി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Next, a company ordered 30 mobile phones and a certain number of laptops. The mobile phones cost 4 times as much as the laptops. Due to a mistake, the number of mobile phones and laptops was interchanged during delivery. This increased the total bill by 60%. What was the ratio of the number of mobile phones to laptops in the original order? ഒരുപാട് റിപ്പീറ്റേഷൻ പല ഷിഫ്റ്റിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മൾ യൂഷ്വലി കണ്ട് പരിചയം ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് സെനാരിയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്ര മൊബൈൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലാപ്ടോപ്സിന്റെ എണ്ണം നമുക്കറിയില്ല. ഇനി ഇവരുടെ കോസ്റ്റിനെ കുറിച്ച് പറയുന്നത് മൊബൈൽ ഫോൺസിന് ലാപ്ടോപ്സിന്റെ 4 മടങ്ങ് കോസ്റ്റ് ഉണ്ട്. അതായത് കോസ്റ്റിന്റെ റേഷ്യോ നമുക്ക് എങ്ങനെ കൊടുക്കാം? 4:1. അതായത് ഓരോ ഐറ്റത്തിന്റെ കോസ്റ്റ് 4:1 റേഷ്യോയിലാണ്. ഡ്യൂ ടു മിസ്റ്റേക്ക് നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് വേർ ഇന്റർചേഞ്ച്ഡ് ഡ്യൂറിങ് ഡെലിവറി. എന്നാൽ ഇവർ ഓർഡർ ചെയ്തതല്ല, ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പൊ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ക്വാണ്ടിറ്റി വരുന്നത് AB ആണെന്ന് വിചാരിച്ചു, A:B ആണെന്ന് വിചാരിച്ചോ. A:B ക്വാണ്ടിറ്റിയിലാണ്. അതായത് ശരിക്കും മൊബൈൽ ഫോൺസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ഞാൻ അത് എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ടു ലാപ്ടോപ്സ്? അതായത് A:B ആണ് കാണേണ്ടത്. ആക്ച്വൽ വാല്യൂ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. സോ A:B എന്ന് എടുക്കുകയാണേ. ഇതാണ് റിയൽ സെനാരിയോ. എന്നാൽ ഈ എണ്ണം ഇന്റർചേഞ്ച് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ എന്ത് വന്നു? മൊബൈൽ ലാപ്ടോപ്സിന്റെ കോസ്റ്റ് 4:1 റേഷ്യോയില്, ക്വാണ്ടിറ്റി എന്തായി? നേരെ തിരിഞ്ഞു അല്ലെ, B:A ആവും. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 60% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫസ്റ്റത്തെ കേസിൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ കേസിൽ 4A + 1B ആണ് അല്ലെ, 4A + B. രണ്ടാമത്തെ കേസിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള കേസിൽ 4B + A ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടോ, ബില്ല് 60% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ളത് 60%ന് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ 3/5. അപ്പൊ ഇനീഷ്യൽ ബില്ല് 5 ആണെങ്കിൽ അതിനേക്കാളും 3 കൂടുതൽ 8 ആണ് രണ്ടാമത്തെ ബില്ല് വരുന്നത്. നമുക്ക് ആ റേഷ്യോ അങ്ങനെ തന്നെ എടുക്കാം. 4A + B by 4B + A is equal to 5/8 വന്നു അല്ലേ. സോ
സോൾവ് ചെയ്താൽ നമുക്ക് എ ബൈ ബി കിട്ടൂലേ? നേരെ ക്രോസ് ചെയ്ത് കൊടുക്കുക അല്ലേ? 32a plus 8b is equal to 20b plus 5a. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 32 മൈനസ് 5 27a is equal to 12b. അതായത് എ ബൈ ബി എന്ന് പറയുന്നത് 12/27 അഥവാ 4/9 അല്ലേ? സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4/9 അല്ലെങ്കിൽ 4:9 ആണ് ആൻസർ വരിക. അതേ ഓർഡർ നോക്കുക കേട്ടോ. നമുക്ക് A to B തന്നെ വേണം, കാരണം നേരെ ഓപ്പോസിറ്റ് റേഷ്യോ വരുന്നുണ്ട്, തെറ്റിക്കരുത്. 4:9 ആണ് ആൻസർ വരിക. ഇതെന്തായാലും എല്ലാവരും നോക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോക്കണേ. ഓക്കെ ആണല്ലോ, ക്ലിയർ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A family's expenditure on food, medicine and entertainment are in the ratio 4:6:7. In the coming year, cost of food is expected to increase by 25%, cost of medicine to increase by 33.33%, and the cost of entertainment to decrease by 10%. What is the percentage change, increase or decrease in total household expenditure? അപ്പൊ ഇവിടെ ആളുടെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫുഡ്, മെഡിസിൻ ആൻഡ് എന്റർടൈൻമെന്റ് ആണ്. ആ ഒരു എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:6:7 ആണ്. ഞാനിത് 40, 60, 70 ആയിട്ട് അസ്യൂം ചെയ്യുകയാണേ. ഫുഡിന് വേണ്ടി 40, മെഡിസിന് 60, എന്റർടൈൻമെന്റ് 70. ഓക്കെ, ഇനി ഇവിടെ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കേ. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടോട്ടൽ ഹൗസ് ഹോൾഡ് ആണ്. ടോട്ടൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ആകെ തുക 170 വന്നു. ഓക്കെ, ഇനി ഫുഡിൽ വന്നിരിക്കുന്ന മാറ്റം 25% ഇൻക്രീസ് ആണ്. അപ്പൊ ഇവിടെ ഫുഡിന് നമുക്ക് 40ന്റെ 25% 4 ഇൻക്രീസ് ആണ്, പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. അടുത്തത് മെഡിസിന് വന്നിരിക്കുന്നത് ഇൻക്രീസ് ബൈ 33.33% ആണ്. 60ന്റെ 33.33% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വന്നു? 1/3, അതായത് 20 ആണല്ലേ? അയ്യോ, ഞാൻ ഇവിടെ മാറിപ്പോയിണ്ടല്ലോ, 4 അല്ല 1/4 ആണ് കൊടുക്കേണ്ടത്, 10 ആണേ. ഇവിടെ 10 ആണ്, 25% അല്ലേ? ഞാൻ പെട്ടെന്ന് 25% 1/4 എന്നുള്ളതാണ് കൊടുത്തത്. 40ന്റെ 1/4 ആ 4 എഴുതി കൊടുത്തത്, 10 ആണ് ഇവിടെ. അപ്പൊ 60ന്റെ 1/3 20. ആൻഡ് ഫൈനലി നമുക്ക് എന്റർടൈൻമെന്റ് ഡിക്രീസ് ആണ് 10%. 70ന്റെ 10% എന്ന് പറയുമ്പോൾ 7 ആണ്, ഡിക്രീസ് ആയതുകൊണ്ട് -7 ഇടാം. ഓക്കെ, അപ്പൊ അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ ചേഞ്ച് നോക്കിക്കേ. 10ഉം 20ഉം 30 - 7 എന്ന് പറയുമ്പോൾ 23 ആണല്ലേ? 23. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നേരത്തെ ഉണ്ടായിരുന്നത് 170. അതിൽ വന്നിരിക്കുന്ന മാറ്റം 23നെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 23/170 × 100. 0 ക്യാൻസൽ ചെയ്തു. 230/17 അല്ലേ? 17 ഒരു തവണ. ബാക്കി നമുക്ക് എത്ര വന്നു? 23 - 17 എന്ന് പറയുമ്പോൾ 50. 50ല് 17 × 3 ആണ്, 351 ആണ്. അപ്പൊ 2 അല്ലേ വരുള്ളൂ? 3 അല്ല 60. 60ൽ 3 തവണ 13 പോയിന്റ് സംതിങ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇൻക്രീസ് ആണല്ലേ? 23 ഇൻക്രീസ് അല്ലേ? 10 കൂടി 20 കൂടി 7 കുറഞ്ഞു, മൊത്തത്തിൽ 23 കൂടിയതാണ്. അപ്പൊ ഡിക്രീസ് എന്നുള്ള ഓപ്ഷൻ നോക്കണ്ട, ഇൻക്രീസ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. സോ അപ്രോക്സിമേഷൻ എടുക്കുമ്പോൾ നമുക്ക് 13.53% ആണ് ആൻസർ എന്ന് പറയാം. 13.53% ഇൻക്രീസ് ആണ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. എ സെയിൽസ്മാൻ ഏൺസ് എ 2% കമ്മീഷൻ ഓൺ എ ഷർട്ട് സോൾഡ് ഫോർ ₹600 and 12% commission on a tie sold for ₹150. If he sells 3 shirts and 4 ties per day, what will be his total commission in 60 days? നോക്കാം. ഇവിടെ നമുക്ക് എത്ര എന്നാണ് കേട്ടോ, ടോട്ടൽ ആവറേജോ ആവറേജ് പെർസെൻറ്റേജോ ഓവറോൾ പെർസെൻറ്റേജോ അങ്ങനത്തെ ഒന്നും അല്ല ചോദിച്ചത്. ആക്ച്വലി എത്ര രൂപയാണ് കമ്മീഷൻ ആയിട്ട് മൊത്തം 60 ദിവസത്തേക്ക്.
നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഷർട്ട് നോക്കുകയാണെങ്കിൽ ഷർട്ടിന് 2% കമ്മീഷനാണ് 600 രൂപയുടെ ഷർട്ടിന്. അപ്പൊ 600 രൂപയുടെ 2% വെച്ചിട്ട് ഒരു ദിവസം അയാൾ എത്ര ഷർട്ടാ വിൽക്കുന്നത്? 3 ഷർട്ട്. അതേപോലെ 12% കമ്മീഷൻ ഓൺ ടൈ, 150 രൂപയുടെ ടൈയുടെ മുകളില് 12% കമ്മീഷൻ വെച്ചിട്ട് ഒരു ദിവസം എത്ര ടൈയാ വിൽക്കുന്നത്? 4 ടൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ദിവസത്തേക്ക് അയാളുടെ ടോട്ടൽ കമ്മീഷൻ എന്ന് പറയുന്നത് 2% ഇൻറ്റു 3, 2 3 6% അല്ലെ? 600ന്റെ 6% എത്ര വന്നു? 36. അതേപോലെ തന്നെ നമുക്ക് 150ന്റെ 48% അല്ലെങ്കിൽ 150ന്റെ 12% എന്ന് പറയുമ്പോൾ 3/25 25 6 തവണ 3 18 ഇൻറ്റു 4 72. ഇപ്പൊ ഒരു ദിവസത്തേക്ക് ടോട്ടൽ വരുന്ന കമ്മീഷൻ 36 + 72 ആണ്. അങ്ങനെ 60 ദിവസത്തേക്ക്. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ പോരെ, എന്തായാലും ഒരു 0 ലാസ്റ്റ് ഉണ്ടാവും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ഡിഫറൻ്റ് ആ വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. 6ഉം 2ഉം 8. 8 ഇൻറ്റു 6 48ന്റെ 8 വരണം. 8 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി 6480. 6480 ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a city, the current number of literate people is 25,000. If the number of literate females decreases by 5% and the number of literate males increases by 10%, total literate population becomes 25,250. What is the present number of literate females in the city? ഒന്നും നോക്കാനില്ല, നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അലിഗേറ്റ് ചെയ്താൽ മതി അല്ലേ? ടോട്ടൽ 25,000 ലിറ്ററേറ്റ് പീപ്പിൾ ഉണ്ട്. അതിൽ ഫീമെയിൽ ലിറ്ററേറ്റിന്റെ എണ്ണം 5% കുറയുകയും മെയിൽ ലിറ്ററേറ്റിന്റെ എണ്ണം 10% കൂടുകയും ചെയ്താൽ ടോട്ടൽ ലിറ്ററേറ്റ് പോപ്പുലേഷൻ 25,250 ആവും എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന വർധനവ് എത്രയാണ്? മൊത്തത്തിൽ 250 പേര് വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? മൊത്തം 250. അത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ എത്ര പെർസെൻറ്റേജ് ആ? 250 എന്ന് പറയുന്നത് 25,000ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 1%, 1%. അപ്പൊ ഇവിടെ ഫീമെയിൽ ആൻഡ് മെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫീമെയിൽ വന്നിരിക്കുന്ന മാറ്റം 5% ഡിക്രീസ് ആണ്, -5 കൊടുക്കാം. മെയിലിൽ വന്നിരിക്കുന്ന മാറ്റം ഇൻക്രീസസ് ബൈ 10% ആണ്, 10 കൊടുക്കുക, പോസിറ്റീവ് ആണ്. ഓവറോൾ ആയി വന്നിരിക്കുന്ന മാറ്റം 1% ഇൻക്രീസ്, പോസിറ്റീവ് ആണ്. സോ അലിഗേറ്റ് ചെയ്തിട്ട് ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടി? ഫീമെയിൽ ടു മെയിലിന്റെ റേഷ്യോ കിട്ടും. അലിഗേറ്റ് ചെയ്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ -5ഉം -1ഉം ഡിഫറൻസ് എത്രയാണ്? 6. 10ഉം 1ഉം ഡിഫറൻസ് 9. അതായത് 9:6 അല്ലെങ്കിൽ 3:2 ആണ് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ വരുന്നത്. ടോട്ടൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ ലിറ്ററേറ്റ് പീപ്പിളിന്റെ എണ്ണം 25,000. അതിൽ നമ്മളോട് ചോദിച്ചത് ഫീമെയിൽ ലിറ്ററേറ്റ് എത്ര എന്നാണ് അല്ലേ? ഫീമെയിൽ ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ 3 യൂണിറ്റ്. 5 × 5 25, 3 × 5 15. 15,000. 15,000. Option C is the answer. Option C is the answer. Okay ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In an election, 80% of eligible voters cast their votes. Of these, 10% were declared invalid. If winning candidate received 16,200 votes, which is 60% of valid votes, what was the total number of eligible voters in the election? ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? ടോട്ടൽ എലിജിബിൾ വോട്ടേഴ്സിന്റെ 80% കാസ്റ്റ് ചെയ്തു. ടോട്ടൽ എക്സ് ആണെങ്കിൽ അതിന്റെ 80% വോട്ടേഴ്സും കാസ്റ്റ് ചെയ്തു. ഓഫ് ദീസ്
കാസ്റ്റ് ചെയ്തതിന്റെ 10% ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് നമുക്ക് വേണ്ട, കാരണം ഇവിടെ വാലിഡ് കിട്ടിയ 60% വോട്ടുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. സോ 10% കാസ്റ്റ് ചെയ്തതിന്റെ 10% ഇൻവാലിഡ് ആണെങ്കിൽ ബാക്കി 90% എന്തായിരിക്കണം? വാലിഡ്. അപ്പൊ ഇതിന്റെ 90% വാലിഡ് ആണ്. ആ വാലിഡ് ആയതിൽ 60% വോട്ടുകൾ കിട്ടിയത് ഒരു കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുണ്ട്. ആൾക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം തന്നിട്ടുണ്ട് 16,000. എക്സിന്റെ 80%, 90%, 60%, 16,200 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ, അതായത് എലിജിബിൾ വോട്ടേഴ്സിന്റെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോൾവ് ചെയ്ത് നോക്കാം. 90%ന്റെ 60% 16,200 അല്ലേ? ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇസ് ഈക്വൽ ടു 16,200 ഇൻറ്റു 80% ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 100/80, 100/90, 60 അല്ലേ? സീറോസ് ക്യാൻസൽ ചെയ്തു. നമുക്ക് 9 കട്ട് ചെയ്ത് കളയാനുണ്ടല്ലോ. 9 18 തവണ, 6 3 തവണ, 25 ടൈംസ് അല്ലേ? 25 × 3 75 × 5 എന്ന് പറയുമ്പോൾ 75 × 5 375 അല്ലേ? 375. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In a competitive exam with 120 questions, there are 3 sections: Math 20 questions, Hindi 50 questions, and Science 50 questions. A candidate answered 70% of Math, 60% of Hindi, and 60% of Science questions correctly. If the minimum passing score is 80%, how many more questions did the candidate need to answer correctly to pass? ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മാത്സിന് ഇത്ര, ഹിന്ദിക്ക് ഇത്ര, സയൻസിന് ഇത്ര എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ? 20, 50, 50 വെച്ചിട്ടാണ് ഓരോന്നിനുള്ളത്. ആൻഡ് അതിൽ എത്ര ആൻസേഴ്സ് കറക്റ്റ് ആക്കിയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലെ, കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്നും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ മിനിമം പാസിംഗ് മാർക്ക് 80% ആണെങ്കിൽ ഇനിയും എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ആള് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. നോക്കാം. ഇപ്പൊ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മാത്സ്, ഹിന്ദി ആൻഡ് സയൻസ്. മാത്സിൽ 20 ക്വസ്റ്റ്യൻസ്, ഹിന്ദി 50, സയൻസ് 50. ഇതിൽ ഓരോന്നിലും കിട്ടിയിരിക്കുന്ന, അതായത് കറക്റ്റ് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം. മാത്സിൽ 70%, 20യുടെ 70% എന്ന് പറഞ്ഞാൽ 14 ഉത്തരങ്ങൾ ശരിയാക്കി. അതേപോലെ ഹിന്ദിയുടെ 60%, 50ന്റെ 60%, 60ന്റെ 50% പകുതി നോക്കിയാൽ മതി അല്ലേ? 30. പിന്നെ വീണ്ടും 50യുടെ 60%, 30. നോക്കണേ. ഇപ്പൊ നമ്മൾ ടോട്ടൽ സ്കോർ നോക്കുമ്പം 120. ആ 120ന്റെ 80% പാസിംഗ് മാർക്ക്. 120ന്റെ 80% എത്രയാണ്? 12 × 8 96. നമ്മളിവിടെ നോക്കുമ്പം ഇതുവരെ എത്ര മാർക്ക് കിട്ടി? 74 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 74 ആൻസേഴ്സ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 96ലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും എത്ര ആൻസേഴ്സ് കറക്റ്റ് ആക്കണം? 96 - 74, 22 ആൻസേഴ്സും കൂടെ നമ്മളിവിടെ കറക്റ്റ് ചെയ്യാനുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് മക്കളെ, നമുക്കിപ്പം നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ, കൂട്ടിയാൽ കൂടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പം ഏറ്റവും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബാച്ചാണ് കേട്ടോ.
സ്മാർട്ട് CGS SSC CGS സ്മാർട്ട് റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് ജൂൺ 12-നാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 150+ അവേഴ്സ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അത് കൂടാതെ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്ന ബാക്കിയുള്ള റെഗുലർ ബാച്ചസിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അതായത് റെക്കോർഡ് സെഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കണം, ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഓഫ് കോഴ്സ് നമ്മൾ PYQ ഡിസ്കഷൻ അതിലുണ്ടായിരിക്കും. 20+ ഫുൾ മോക്ക് ടെസ്റ്റ് വിത്ത് സെക്ഷണൽ ടൈമിങ്ങും, അതായത് ഇപ്പൊ നമുക്ക് പുതിയ പാറ്റേണിൽ പുതിയ നോട്ടിഫിക്കേഷനിലുള്ള സെക്ഷണൽ ടൈമർ അതിനനുസരിച്ചുള്ള 20 ഫുൾ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇൻ കേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു എൻക്വയറി നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. If all 3 dimensions of a cuboid are increased by 25%, volume increases by what percentage? നമുക്കറിയാം ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ A³ ആണ് അല്ലെ, സൈഡിന്റെ ക്യൂബാണ്. അപ്പൊ ഇവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സൈഡാണ്. ആ സൈഡ് ക്യൂബോയിഡ് അല്ല, ക്യൂബ് അല്ലല്ലോ, ക്യൂബോയിഡ് ആണല്ലേ. ക്യൂബോയിഡ് ആണെങ്കിലും എന്താണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, സ്റ്റില് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ 3 ഡയമെൻഷൻസ് എന്നാ പറയുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്തു, 25% ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇവിടെ പ്രൊഡക്റ്റ് ആണ് അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും വരുന്ന മാറ്റത്തിന്റെ സക്സസീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് ആർക്ക് വരേണ്ടത്, വോളിയത്തിന് വരേണ്ടത്. അപ്പൊ 3 പേരും 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പം വോളിയത്തിന് വരുന്ന മാറ്റം 25% എന്ന് പറഞ്ഞാൽ 1/4. സോ ലെങ്ത് 4 എന്നുള്ളത് 5 ആവും, ബ്രെഡ്ത്തും 4 എന്നുള്ളത് 5 ആവും, ഹൈറ്റും 4 എന്നുള്ളത് 5 ആവും. 4 ക്യൂബ് 64 ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയം എങ്കിൽ പുതിയ വോളിയം എന്താണ്, 5ന്റെ ക്യൂബ് 125. അതായത് അവിടെ വന്നിരിക്കുന്ന മാറ്റം എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തു നോക്കുമ്പം വന്നിരിക്കുന്ന ചേഞ്ച് എത്രയാണ്, 61 ബൈ ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയത്തിന്റെ റേഷ്യോ വാല്യൂ 64 × 100. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിത് ഇങ്ങനെ തന്നെ കൊടുക്കാവോ, 64 4 കട്ട് ചെയ്ത് പോവും, 61 × 25, 25 × 6 അല്ലെങ്കിൽ 6 150 1500 പ്ലസ് 1525/16 വരും അല്ലേ. അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യം സത്യത്തിൽ വരുന്നില്ല കേട്ടോ, അത്രയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്രോക്സിമേഷൻ കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. 61/64 × 100 വരുമ്പോൾ, അല്ലെങ്കിൽ 6100/64 അല്ലേ. 6100 64 എന്തായാലും 9 തവണ പോവും. 9 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ, 95.31%. പിന്നെ നമ്മളത് വീണ്ടും കൊണ്ടുപോയിട്ട് ചെറുതാക്കുകയും സിംപ്ലിഫിക്കേഷൻ ഒന്നും കൊടുക്കണ്ട. 64 എന്തായാലും 9 ടൈംസ് എന്തായാലും മീൻസ് 6100 എന്തായാലും ഇവിടെ എന്ത് ചെയ്യും, 9.9 അങ്ങോട്ടേക്കേ പോവുള്ളൂ. സോ നമുക്ക് 95.31 കൊടുക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. An employee contributes 10% of their salary to charity. From the remaining amount, ഞാൻ എന്നും പറയാറുണ്ട് പെർസെൻറ്റേജിൽ റിമൈനിങ്, ഔട്ട് ഓഫ് ദീസ് എന്നൊക്കെയുള്ള കീവേഡ് കണ്ടാൽ നേരെ സക്സസീവ് പെർസെൻറ്റേജ് ചിന്തിക്കുക അല്ലേ. റിമൈനിങ് എമൗണ്ട് 50% allocated to investment. റെസ്റ്റ് ഈസ് വീണ്ടും ബാലൻസ് ആണ്. റെസ്റ്റ് ഈസ് ഡിവൈഡഡ് ഫോർ ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ റേഷ്യോ 6:3. ഇതിൽ 2 എണ്ണം പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ആ ഒരു ഡിവിഷൻ നമുക്ക് റേഷ്യോയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്ത് തന്നിട്ടുണ്ട്, എക്സ്പെൻസ് ഓൺ എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ 6:3 3 യൂണിറ്റ് എന്ന് പറയുന്നത് 3000 ആണെങ്കിൽ എംപ്ലോയിയുടെ ടോട്ടൽ സാലറി എത്രയാണ്? അതായത് ഇങ്ങനെ പറയാം, നമുക്ക് ആളുടെ 10% ചാരിറ്റിയിലോട്ട് കൊടുത്തു, ബാക്കിയുള്ളതിന്റെ, അപ്പം എക്സ് ആണെങ്കിൽ എക്സിന്റെ 10% പോയി, ബാക്കി 90% അഥവാ 9/10. അതിന്റെ 50%, ആ ബാക്കിയുള്ളതിന്റെ 50% ഇൻവെസ്റ്റ്മെന്റിലോട്ട് അലോക്കേറ്റ് ചെയ്തു. അതായത് 1/2 ഇൻവെസ്റ്റ്മെന്റിലോട്ട് അലോക്കേറ്റ് ചെയ്തു, ബാക്കി 1/2. ആ
ബാക്കിയുള്ളതിൽ നമുക്ക് നോക്കേണ്ടത് എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പം ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ 6:3 ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9 ആണെങ്കിൽ അതിൽ 3 എന്ത്, 3/9 എഡ്യൂക്കേഷൻ. ഫുഡ് 6, എഡ്യൂക്കേഷൻ 3, 3/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് ടോട്ടൽ സാലറി ആണ്. 9 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3,000 തവണ. സോ എക്സ് ഇസ് ഈക്വൽ ടു 10 × 2 20 × 1000 20,000 is the answer. Option B is the answer. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A man spends 60% of his income. Income increased by 15% but his expenditure remains same. By what percentage of his savings increased? എന്ന് ചോദിക്കുന്ന എന്താണ്, പ്രത്യേകിച്ച് പുതുമയൊന്നും പറയാനില്ല, പക്ഷേ എവർഗ്രീൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒരാളുടെ ഇൻകത്തിന്റെ 60% സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇൻകം എന്തായിട്ട് കൊടുക്കാം, 100 ആയിട്ട് കൊടുക്കാം. ആളുടെ ഇൻകം 100. അതിന്റെ 60% സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 60 എന്താണ്, എക്സ്പെൻഡിച്ചർ ആണ്. ബാക്കി വരുന്ന 40 എന്താണ്, സേവിങ്സ് ആണ്. ആൻഡ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറഞ്ഞാൽ 100 ആണ് ഇൻകം. അതിന്റെ 15%, അതായത് 100ന്റെ 15%, 15 ആണ് ഇൻകത്തിൽ വന്നിരിക്കുന്ന മാറ്റം. ആൻഡ് എക്സ്പെൻഡിച്ചർ റിമൈൻസ് സെയിം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൽ നോ ചേഞ്ച് അഥവാ 0 ചേഞ്ച് ആണ് അല്ലേ. എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സേവിങ്സിൽ വരുന്ന മാറ്റം എങ്ങനെ പറയാം? നമുക്കറിയാം ഇൻകത്തിൽ വന്നിരിക്കുന്ന മാറ്റം മൈനസ് എക്സ്പെൻഡിച്ചറിലെ ചേഞ്ച് ആണ് എന്ത്, സേവിങ്സിൽ വരുന്ന ചേഞ്ച്. അതായത് ഇവിടെ 15 - 0 15 ആണ് എന്തെന്ന് പറയുന്നത്, സേവിങ്സിൽ വന്നിരിക്കുന്ന മാറ്റം. അതിന്റെ ശതമാനം നോക്കുമ്പോൾ 15/40 × 100 അല്ലേ. 15/40 എന്ന് പറയുമ്പോൾ 3/8 ആയില്ലേ. 3/8ന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എന്താണ്, 37.5%. 37.5%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് എ റെഗുലർ ട്രയാങ്കിൾ ഇൻക്രീസസ് ബൈ 21%. ബൈ വാട്ട് പെർസെൻറ്റേജ് ഡിഡ് ദ സൈഡ് ലെങ്ത് ഇൻക്രീസ്? ഒരു റെഗുലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. റെഗുലർ പോളിഗൺസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന ഷേപ്സ് ആണ്. റെഗുലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഏരിയയിൽ 21% മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെങ്ത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ശതമാനം എത്ര? നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഞാനിതിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലരെങ്കിലും. കാരണം 21% കാണുമ്പോൾ തന്നെ ഏത് വാല്യൂന്റെ ആണ് സെയിം വാല്യൂന്റെ എഫക്റ്റീവ് 21 വരുന്നത് 10 ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സ്റ്റിൽ നമുക്ക് വേറൊരു വാല്യൂ കണ്ടാലും വന്നാലും ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ട് നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതും റെഗുലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈഡിന്റെ സ്ക്വയർ ആണല്ലേ. അതായത് മക്കളെ ഏരിയ 21% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏരിയയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് എങ്ങനെ പറയാം, 100:121. 21% കൂടി എന്ന് പറഞ്ഞാൽ 100 ഉള്ളത് 121 ആയി. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ ആണ് അല്ലേ. എ സ്ക്വയറിൽ വന്നിരിക്കുന്ന മാറ്റം 100:121 ആണെങ്കിൽ എയിൽ വന്നിരിക്കുന്ന മാറ്റം എന്തായിരിക്കണം? ഈ സ്ക്വയർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇതിനെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതായത് 10:11. അതായത് നമ്മുടെ സൈഡിന് വന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ സൈഡിന് വന്നിരിക്കുന്ന മാറ്റം, സൈഡ് ലെങ്ത്തിൽ വന്നിരിക്കുന്ന മാറ്റം 10, 11 ആവാന്ന് പറഞ്ഞാൽ 1 ഇൻക്രീസ് ചെയ്തു. ഇനീഷ്യലി ഉണ്ടായിരുന്നത് 10 × 100, അതായത് 10% ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
X salary is 50% more than Y's. If Y salary increases by 30% and X increases by P%, then X new salary becomes 20% more than Y's new salary. What is the value of P? ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കേ. ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. എക്സിന്റെ സാലറി എന്ന് പറയുന്നത് വൈയുടെ സാലറിയേക്കാളും 50% കൂടുതൽ. അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വൈനേക്കാളും 50% കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ വൈന് എന്താക്കിയാൽ മതി? 100 ആക്കിയാൽ മതി അല്ലെ? അതായത് എക്സ് ആൻഡ് വൈ കൊടുക്കുകയാണെങ്കിൽ വൈയുടെ സാലറിയേക്കാളും 50% കൂടുതൽ എക്സിന്റെ സാലറി. വൈയുടെ സാലറി 100 എന്ന് കൊടുത്താൽ അതിനേക്കാളും 50 കൂടുതൽ 150 ആണ് എന്ത് വരുന്നത്? എക്സിന്റെ സാലറി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഈ 100ഉം 150 അതിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെയ്യാൻ പാടുള്ളൂ. ഇനി വൈയുടെ സാലറി ഇൻക്രീസസ് ബൈ 30%. ഇപ്പം പുതിയ സാലറി എങ്ങനെ പറയാം? വൈയുടെ സാലറി വൈയുടെ സാലറി 30% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 എന്നുള്ളത് എന്താവും? 130. ആൻഡ് എക്സസ് ഇൻക്രീസസ് ബൈ P%. എക്സിന് വന്നിരിക്കുന്ന മാറ്റം P% എത്രയാണെന്ന് നമുക്ക് അറിയില്ല. എക്സിന്റെ ന്യൂ സാലറി എന്താണെന്ന് പറയുന്നുണ്ട്. ഇഫ് എക്സസ് ന്യൂ സാലറി ബിക്കംസ് 20% മോർ ദാൻ വൈസ് ന്യൂ സാലറി. വൈയുടെ ന്യൂ സാലറി ഇതല്ലേ? ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത്. വൈയേക്കാളും 50% കൂടുതൽ എക്സ്. പുതിയ സാലറി, വൈയുടെ പുതിയ സാലറി ഇനീഷ്യൽ സാലറിനേക്കാളും 30% കൂടുതൽ. ആ ഒരു കണക്ഷനാ വരുന്നത്. ഇനി വൈയുടെ പുതിയ സാലറിയേക്കാളും 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 130ന്റെ 10% 13. ഇപ്പൊ 20% എന്ന് പറഞ്ഞാൽ 26 അല്ലെ? 130ഉം 26ഉം 156 എക്സിന്റെ പുതിയ സാലറി എന്ന് കൊടുക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? എന്തായിരുന്നു പി? പി എന്ന് പറയുന്നത് എക്സിന് വന്നിരിക്കുന്ന വർധനവാണ് അല്ലെ? എക്സ് ഇൻക്രീസസ് ബൈ P%. എക്സിന് വന്നിരിക്കുന്ന വർധനവ് 150 156 ആയെന്ന് പറഞ്ഞാൽ 6 വർദ്ധിച്ചു. ഇനീഷ്യൽ വാല്യൂ 150 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 4% അല്ലെ? 12/3. 4% ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നതെന്ന് പറയാം. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. If the selling price of an item is increased by 10% and the profit also increases from 15% to 20%, what is the percentage increase in the cost price? നന്നായിട്ട് ശ്രദ്ധിക്കണേ. സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ഐറ്റം എന്ത് ചെയ്തു? 10% കൂടി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് ചെയ്തു? 15 to 20 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ശതമാനം, അതായത് എല്ലാം മാറുന്നുണ്ട്. കോസ്റ്റ് പ്രൈസ് മാറുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് മാറുന്നുണ്ട്, പ്രോഫിറ്റ് മാറുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് 2 കോസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 കോസ്റ്റ് പ്രൈസ് തമ്മിലുള്ള റേഷ്യോ ആ ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് 2 എണ്ണം എക്സും വൈയും ഒന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? സോ ആദ്യത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 15%, അത് 20% ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം CP എക്സും വൈയും പ്രോഫിറ്റ് 15%, രണ്ടാമത്തത് 20% ആയിട്ട് മാറി. മക്കളെ ഇവിടുന്ന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഇൻ ടേംസ് ഓഫ് CP നമുക്ക് പറയാലോ. സെല്ലിംഗ് പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റം തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസ് ശരിക്കും എന്താണ്? ഇനീഷ്യലി ഉള്ള സെല്ലിംഗ് പ്രൈസ് എക്സിന്റെ 15% കൂടുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ 115%. വൈയുടെ 20% കൂടുക എന്ന് പറഞ്ഞാൽ വൈയുടെ 120%. അല്ലേ? ഇതാണ് 2 സെല്ലിംഗ് പ്രൈസും വരേണ്ടത്. ആ സെല്ലിംഗ് പ്രൈസിന് വന്നിരിക്കുന്ന മാറ്റം പറയുന്നുണ്ട് 10% ഇൻക്രീസ് ചെയ്തു. അതായത് ആദ്യം ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസിനേക്കാളും 10% കൂടുതൽ. ദാറ്റ് മീൻസ് ഇവരുടെ റേഷ്യോ നമുക്ക് എങ്ങനെ കൊടുക്കാം? ആദ്യം ഉണ്ടായിരുന്നത് 10 ആണെങ്കിൽ അതിനേക്കാളും 1 കൂടുതൽ 11 ആണ് പുതിയ സെല്ലിംഗ് പ്രൈസ്.
10% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ എക്സിന്റെ 115% ബൈ വൈയുടെ 120% കട്ട് ചെയ്ത് പോവും. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് കൊടുക്കാത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/11. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ കിട്ടും അല്ലേ? 5 23 തവണ 24 തവണ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 240/253. അതായത് ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ് 240 ആണെങ്കിൽ പുതിയ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 253 ആണ്. അവിടെ എത്ര വർദ്ധിച്ചു? 13 ഇൻക്രീസ് വന്നു. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 13 ബൈ ഇനീഷ്യൽ CP 240 ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 5 65/12 അല്ലേ? 65/12 എന്ന് പറഞ്ഞാൽ 5 തവണ എന്തായാലും പോവും. സോ 5 പോയിന്റ് സംതിങ് ആണ്. 5 പോയിന്റിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 5.41%. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The price of a product is decreased by y% and then increased by y%. Final price becomes 10% less than the original. What is the value of y approximately? ഒരു പ്രൈസ്, അതായത് ഒരു വാല്യൂ ആദ്യം y% കുറഞ്ഞു, പിന്നെ y% കൂടി. ആൻഡ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസിനേക്കാളും 10% കുറവാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര? എടാ, ഇനീഷ്യൽ പ്രൈസും ഫൈനൽ പ്രൈസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? ആദ്യം y% ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു ഇനീഷ്യൽ വാല്യൂ എങ്കിൽ y ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 - y ആയിട്ടുണ്ടാവും. വീണ്ടും y% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100നോട് y കൂട്ടി 100 + y ആവും. ഈ രണ്ട് റേഷ്യോസിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള റേഷ്യോ ആണ് എന്ത് വരുന്നത്? നമുക്ക് ഇനീഷ്യൽ ടു ഫൈനൽ വാല്യൂ വരുന്നത്, അല്ല, ഇനീഷ്യൽ ടു ഫൈനൽ പ്രൈസ് വരുന്നത്. അതായത് ഇവിടെ 10,000 ആണെങ്കിൽ 100 - y ഇൻറ്റു 100 + y, അതായത് a + b ഇൻറ്റു a - b കൊടുക്കുമ്പോൾ 100 സ്ക്വയർ 10,000 മൈനസ് b² ഇവിടെ y² ആണല്ലേ. ഇവിടെ ഡയറക്ട്ലി നമുക്ക് നോക്കുമ്പോൾ തന്നെ പറയാലോ, 10,000 എന്നുള്ളത് 10,000 - y² ആവാന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ്? y². പെർസെൻറ്റേജിൽ പറയുമ്പം y² വന്നിരിക്കുന്ന ചേഞ്ച് y². ഇനീഷ്യലി ഉള്ള വാല്യൂ 10,000 ഇൻറ്റു 100. ഇതാണ് അവിടെ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ശതമാനം. അത് തന്നിട്ടുണ്ട്, 10% കുറഞ്ഞു എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y² ഈസ് ഈക്വൽ ടു 1000 വരും. വൈയുടെ വാല്യൂ എന്ത് വരും? വൈയുടെ വാല്യൂ √1000. 1000 നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല, നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. 1000 തൊട്ട് താഴെ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 900. ഇത് ആരുടെ സ്ക്വയറാ? 30ന്റെ സ്ക്വയർ ആണ്. അപ്പം 30നേക്കാളും വലിയ വാല്യൂ ആണ് 1000ന്റെ സ്ക്വയർ റൂട്ട് വരേണ്ടത്. 30നേക്കാളും വലിയ വാല്യൂ ആയിട്ട് ഒരാൾ മാത്രമേ നമ്മുടെ ഓപ്ഷനിലുള്ളൂ. ഓപ്ഷൻ A 31.6. അപ്രോക്സിമേഷൻ കൊടുത്താൽ മതി. അപ്രോക്സിമേറ്റ്ലി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതും. സോ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്തായാലും 30ന് മുകളിലോട്ടേ വരാൻ പറ്റുള്ളൂ. 30ന് മുകളിലോട്ട് ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A student answered 80% of the questions in an examination. He answered 75% of the answered questions correctly. And he was also given grace marks for 25% of the questions he did not answer. If the total number of questions is 180, how many questions did he answer correctly, including grace marks? ഒരാള് ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ 80% എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. ആൻസർ ചെയ്തതിന്റെ 75% ശരിയാക്കി. അത് മാത്രമല്ല, ആൻസർ ചെയ്യാത്തതിന്റെ 25% ഗ്രേസ് മാർക്ക് ആയിട്ടും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ അയാൾക്ക് കിട്ടിയ മാർക്ക് എത്ര, അല്ലെങ്കിൽ എത്ര ആൻസർ ചെയ്തു ഇൻക്ലൂഡിങ് ഗ്രേസ് മാർക്ക് ആണ്?
അതായത് ഗ്രേസ് മാർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാർക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് ഇങ്ങനെ പറയാം. ഞാനത് ആ ടോട്ടൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് ലാസ്റ്റ് കൺസിഡർ ചെയ്യാം. നമുക്ക് 100 എടുക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻ 100 എടുക്കാം. ടോട്ടൽ 100 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 80% അറ്റൻഡ് ചെയ്തു എന്ന് പറയുമ്പം 100ൽ 80 അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാത്ത ബാക്കി 20, ആൻസർ ചെയ്യാത്ത 20. ആൻസർ ചെയ്തതിന്റെ 75% കറക്റ്റ് ആക്കി എന്നാണ് അല്ലെ. 80ന്റെ 75% എന്ന് പറഞ്ഞാൽ 3/4, അതായത് 20 × 3 60 ഉത്തരങ്ങൾ ശരിയാക്കി. കൂടാതെ ആൻസർ ചെയ്യാത്തതിന്റെ 25%, 20ന്റെ 25% എന്ന് പറഞ്ഞാൽ എത്രയാ? 4. അതായത് ടോട്ടൽ ആൻസർ ചെയ്തത് ഇതിന്റെ സമ്മ് 64 യൂണിറ്റ് ആണ്. കാരണം ഇതൊക്കെ ഞാൻ യൂണിറ്റാ കൊടുത്തത്. 64 യൂണിറ്റ്. അത് എത്രന്നാ ക്വസ്റ്റ്യന് അല്ലേ? കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100 യൂണിറ്റ് എന്ന് പറയുന്നത് 180 ആണെങ്കിൽ 64 യൂണിറ്റ് എത്രന്ന് കണ്ടാൽ മതി. 0 ക്യാൻസൽ ചെയ്തു, ക്രോസ് ചെയ്ത് കൊടുക്കുക അല്ലേ. 18 × 64/10. എവിടെയോ ഒരു ഇതുണ്ട് വന്നിട്ടുണ്ടല്ലോ. 60 + 4 എന്നല്ലായിരുന്നു. 1/4. ഒറ്റ 64 അല്ല മക്കൾ, 65 ആണേ. 25% 20/4 5 ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ അവിടെ ഒരു 5 കട്ട് ചെയ്ത് പോകാനുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെന്നുള്ള. ഓക്കെ, 5 2 തവണ 13 തവണ 2 9 തവണ 13 × 9 117 അല്ലേ. 117 ആണ് ആള് ഉത്തരം ശരിയാക്കിയെന്ന് പറയാൻ പറ്റില്ല, ഗ്രേസ് മാർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 117 പറയാം. 117 മാർക്സ് അല്ലെങ്കിൽ 117 ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. A man spends 80% of his income. Due to inflation, his expenses increases by 10% and his income increases by 5%. What is the percentage change in his savings? നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആളുടെ ഇൻകം 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ 80 എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി 20 എന്താണ്? സേവിങ്സ്. ഇൻകം ഇൻഫ്ലേഷൻ കാരണം എക്സ്പെൻസ് ഇൻക്രീസസ് ബൈ 10%. 80ന്റെ 10% 8 ആൻഡ് ഇൻകം ഇൻക്രീസസ് ബൈ 5% ആണല്ലേ. ഇൻകം കൂടുന്നത് 5%. 100ന്റെ 5% 5. സേവിങ്സിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. 5 - 8 3 ആണല്ലേ. പക്ഷെ 3 ഡിക്രീസ് ആണ്, മൈനസ് ആണ്. 5 - 8 -3 ആണ്, 3 ഡിക്രീസ് ആണ്. സോ സേവിങ്സിൽ വന്നിരിക്കുന്നത് ഓഫ് കോഴ്സ് ഡിക്രീസ് ആണ്. എത്ര പെർസെൻറ്റേജ്? 3/20 × 100. 15% ഡിക്രീസ് ഈസ് ദ ആൻസർ. ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ ഒരു ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Every month a man consumes 20 kg of rice and 8 kg of wheat. Price of rice is 20% of price of wheat, resulting in a total expenditure of 300 rupees per month for rice and wheat combined. If the price of wheat is increased by 20%, what percentage reduction in rice consumption is needed to maintain the same expenditure of rupees 300? ഈ rupees 300ന് പ്രത്യേകിച്ച് ഇവിടെ പ്രസക്തി ഒന്നുമില്ല കേട്ടോ. എത്ര രൂപ എന്നുള്ളതിന് പ്രസക്തി ഇല്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് മാറ്റം അവിടെ വന്നിരിക്കുന്നത് എത്ര എന്നുള്ളതാണ്. Given that price of rice and consumption of wheat is constant. നോക്കിയാലോ.
ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് റൈസ് ആൻഡ് വീറ്റ് പറയുന്നുണ്ട് അല്ലേ. 2 കേസസ് ഉണ്ട്, നമുക്ക് നോക്കാം. റൈസ് ആൻഡ് വീറ്റ് നമുക്കറിയാം. ഇപ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ്. അത് നമുക്ക് റേഷ്യോ മതി തൽക്കാലം. ഇവിടെ രണ്ടിലും വരുന്ന മാറ്റത്തിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇവിടെ 20 കിലോഗ്രാം റൈസും 8 കിലോഗ്രാം വീറ്റും, ഞാൻ പറഞ്ഞല്ലോ റേഷ്യോ എടുത്ത് നോക്കാം നമുക്ക്. 20 കിലോഗ്രാം റൈസും 8 കിലോഗ്രാം വീറ്റും എന്ന് പറയുമ്പം 4 കട്ട് ചെയ്താൽ 5:2 റേഷ്യോയിലാണ് കൺസപ്ഷൻ വരുന്നത് അല്ലേ. കൺസപ്ഷൻ വരുന്നത്. ആൻഡ് പ്രൈസ് എന്താ വരുന്നത്? പ്രൈസ് ഓഫ് റൈസ് ഈസ് 20% ഓഫ് ദ വീറ്റ്. അതായത് 1/5 അല്ലേ. വീറ്റിന്റെ പ്രൈസ് 5 ആണെങ്കിൽ റൈസിൻ്റെത് 1 1:5 ആണ് എന്ത് വരുന്നത്, പ്രൈസിന്റെ റേഷ്യോ വരുന്നത്. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇവിടെ വരുന്നത് 5 × 1 5 പ്ലസ് 2 × 5 10 ആണ്, 15 ആണ്, 15 യൂണിറ്റ്. ഈ എക്സ്പെൻഡിച്ചർ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് പ്രൈസ് ഓഫ് വീറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2 ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. റൈസിന്റെ പ്രൈസും കൺസപ്ഷൻ ഓഫ് വീറ്റും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, മാറുന്നത് ഏതൊക്കെയാണ്? വീറ്റിന്റെ പ്രൈസ് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ റൈസിന്റെ കൺസപ്ഷനിൽ വരുന്ന മാറ്റം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ റൈസ് കൺസപ്ഷൻ ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ സെയിം എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റേഷ്യോ വാല്യൂസും തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റാം. പ്രൈസ് ഓഫ് വീറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. സോ നമ്മൾ നോക്കുമ്പം റൈസ് ആൻഡ് വീറ്റ് എടുക്കുകയാണെങ്കിൽ റൈസിന്റെ കൺസപ്ഷന് മാറ്റം വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. വീറ്റ് കോൺസ്റ്റന്റ് ആണ് 2. റൈസിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ് 1. വീറ്റിന്റെ പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റം തന്നിട്ടുണ്ട്. 5ന്റെ 20% കൂടുക, 20% 1/5 ആണ്. 5ന്റെ 1/5 1 കൂടിയാൽ 6 ആവും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 × 6 12. നമുക്ക് ടോട്ടൽ എന്ത് വരണം? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഇവിടെ ടോട്ടൽ 15 വരണം. ഇവിടെ ഇതും ആഡ് ചെയ്ത് 15 കിട്ടണം എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കണം? 3. ഇവിടെ വാല്യൂ 3 വരണം എന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റു 1 3 വരണം എന്നുണ്ടെങ്കിൽ റൈസിന്റെ കൺസപ്ഷൻ എന്തായിട്ട് മാറണം? 3:2 അല്ലേ. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കൺസപ്ഷൻ 5 യൂണിറ്റ് എന്നുള്ളത് ഇപ്പം 3 യൂണിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ അവിടെ വന്നിരിക്കുന്ന മാറ്റം നോക്കിക്കേ. 5 3 ആവാന്ന് പറഞ്ഞാൽ 2 റെഡ്യൂസ് ചെയ്തു ബൈ ഇനീഷ്യൽ കൺസപ്ഷൻ 5 × 100. 2/5ന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 40% ആണെന്ന് പറയാം. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മെഷീൻ യൂസസ് 30.6 liters of oil each day. On Monday, it used only 2/3 of the daily amount. എല്ലാ ദിവസവും 30.6 ആണ്. അതിന്റെ 2/3 ആണ് എപ്പോൾ യൂസ് ചെയ്തത്? മൺഡേയിൽ. സാധാരണ യൂസ് ചെയ്യുന്നതിന്റെ 2/3. On Tuesday, it used 25% more than it did on Monday. മൺഡേയിൽ യൂസ് ചെയ്തതിന്റെ 25% ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൗ മച്ച് ഓയിൽ വാസ് യൂസ്ഡ് ഇൻ ടോട്ടൽ ഓവർ ദ 2 days? അതായത് മൺഡേയും ട്യൂസ്ഡേയും കൂടെ ടോട്ടൽ എത്രയാണ് യൂസ് ചെയ്തതെന്നാണ് നമുക്ക് നോക്കാം. മൺഡേയിൽ യൂസ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി യൂസ് ചെയ്യുന്നതിന്റെ 2/3, അതായത് 30.6ന്റെ 2/3 ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.2 × 2 20.4 അല്ലേ. 20.4 ലിറ്റർ ആണ്. ഇനി ട്യൂസ്ഡേ എടുക്കുകയാണെങ്കിൽ മൺഡേ യൂസ് ചെയ്തതിനേക്കാളും 25% കൂടുതൽ. ഇപ്പം മൺഡേ യൂസ് ചെയ്തത് 20.4, അതിന്റെ 25% 1/4 കൂടുതലാണല്ലേ. പ്ലസ് 20.4 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5.1.
20.4 5.1 ആഡ് ചെയ്താൽ എന്ത് വന്നു? 25.5. അതായത് ടോട്ടൽ എത്രയാണ്? 25ഉം 20ഉം 45.9 ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ട്യൂസ്ഡേയും മൺഡേയും കൂടെ ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്നത് 45.9 ലിറ്റർ ഓഫ് ഓയിൽ ആണെന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. A solution contains 25% of substance M and 75% of substance N by weight. If the solution has a total mass of 1600 grams and 400 grams of substance M are added to it, what is the new percentage concentration of substance M in the solution? സൊല്യൂഷനിൽ എം എൻ, അതായത് ആക്ച്വലി മിക്സ്ചർ ആണല്ലേ. ഒരു മിക്സ്ചറിൽ എം എന്ന് പറയുന്ന ഇതിന്റെ ക്വാണ്ടിറ്റി 25% ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 25% എം ആണ്, ബാക്കി 75% എന്നും ആണ് ബൈ വെയിറ്റ്. ടോട്ടൽ സൊല്യൂഷന്റെ മാസ് 1600 ഗ്രാം. അപ്പൊ 1600 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 25% 75% കണ്ടാൽ മതി. എം ആൻഡ് എൻ എടുക്കുകയാണെങ്കിൽ 1600ന്റെ 25% 1/4 ആണല്ലേ. 1600ന്റെ 1/4 എന്ന് പറയുമ്പോൾ 400 വന്നു. 400 ഓഫ് കോഴ്സ് എൻ എന്ത് വരും? ബാക്കി 1200 എൻ വരും. ഇതിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു എന്നാ പറയുന്നത്? 400 ഗ്രാം ഓഫ് എം ആഡ് ചെയ്യുന്നു. എം വീണ്ടും നമ്മൾ 400 ആഡ് ചെയ്യുന്നു. അതായത് ഫൈനലി നമുക്ക് ഫൈനൽ സൊല്യൂഷനിൽ എമ്മിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 800ഉം എന്നിൻ്റെത് 1200. എമ്മിന്റെ കോൺസെൻട്രേഷൻ, പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫൈനൽ ആ ഒരു റിസൾട്ടിങ് സൊല്യൂഷനിൽ ടോട്ടൽ 800 പ്ലസ് 1200 2000 എം 800 അല്ലേ. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 800/20 40% ആണെന്ന് പറയാം. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Option A is the answer. അടുത്ത ക്വസ്റ്റ്യൻ. A student got 31% marks and failed by 14 marks and another student got 43% marks and gets 22 more than the passing marks. Find the maximum marks in a certain examination. ഒരു കുട്ടി 31% മാർക്ക് കിട്ടിയിട്ട് 14 മാർക്കിന് ഫെയിലായി. വേറൊരാൾ 43% കിട്ടിയപ്പോൾ പാസ് മാർക്കിനേക്കാളും 22 മാർക്ക് കൂടുതൽ കിട്ടി. ഈ 2% ഡിഫറൻസ് നമുക്ക് എങ്ങനെ പറയാം? 43% മാർക്കും 31% മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫെയിൽഡ് ബൈയും ഒന്ന് പാസ്ഡ് ബൈയും ആണ് അല്ലെ, പാസിംഗ് ആണ്. അപ്പൊ ഈ 2 മാർക്കിന്റെ സം എടുത്താൽ മതി. 22 + 14 36. 43 - 31 അതായത് 12% മാർക്ക് എന്ന് പറയുന്നത് 36 ആണ്. 12% 36 ആണെങ്കിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100% ആണ് വരേണ്ടത് അല്ലേ. 12% 36 ആണെങ്കിൽ 100% എത്ര വരണം? 12 × 3 ആണ് 36. സോ 100 × 3 300 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 300 ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A student scored 24.6 out of 30 in science and 31.2 out of 40 in maths. In which subject did she score fewer percentage wise? 2 എക്സാമിന് കിട്ടിയിരിക്കുന്ന മാർക്കാണ്. രണ്ടിന്റെയും ടോട്ടൽ മാർക്ക് ഡിഫറെന്റ് ആണ്. അതിൽ കുറവ് പെർസെൻറ്റേജ് കിട്ടിയത്. ഈ കുറവ് പെർസെൻറ്റേജ് കാണണം നമുക്ക് ഒരു നിർബന്ധവും ഇല്ല അല്ലേ. എന്ത് ചെയ്താൽ മതി? 2 പേരുടെ ഫ്രാക്ഷൻ കമ്പയർ ചെയ്താൽ മതി. ഇവിടെ സയൻസ് ആൻഡ് മാത്സ് എടുക്കുകയാണെങ്കിൽ സയൻസിന് 30ൽ 24.6 ആണ്. 24.6 ഔട്ട് ഓഫ് 30. ആൻഡ് മാത്സിൽ 31.2 ഔട്ട് ഓഫ് 40 ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ റേഷ്യോ കൊടുത്തു തന്നെയാണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഷ്യോ എടുത്താൽ മതി. 2 ഫ്രാക്ഷൻ്റെയും റേഷ്യോ സിംപ്ലിഫൈ ചെയ്താൽ തന്നെ നമ്മുടെ ആൻസർ ആയല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്യാം. ഡെസിമൽ മൈൻഡ് ചെയ്യണ്ട. 2ലും ഡെസിമൽ ഉള്ളതുകൊണ്ട് ഡെസിമൽ മൈൻഡ് ചെയ്യണ്ട. 24.6 246/3 ചെയ്യുകയാണെങ്കിൽ 82.
ഇപ്പുറത്ത് എന്താണ് 4 28 32 4 8 32. 82:78. 82 72 കുറവ് വരുന്നത്? ഫ്യൂവർ പെർസെൻറ്റേജ് വൈസാ ചോദിച്ചത്. അപ്പോൾ കുറവ് വരുന്നത് ഓഫ് കോഴ്സ് ആരാണ്? 78 അഥവാ മാത്സിലാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടും. മാത്സിലാണ് ആൾക്ക് പെർസെൻറ്റേജ് വൈസ് കുറവ് മാർക്ക് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും പെർസെൻറ്റേജ് പഠിച്ചു തുടങ്ങുമ്പോൾ എക്സാമ്പിൾ പറയുന്നതാണ് 2 എക്സാമിന് കിട്ടിയ മാർക്കിന്റെ കമ്പാരിസൺ എന്നുള്ളത്. അത് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. എന്ത് മതി? ഫ്രാക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. In a school, 40% of students passed in English, 30% of students passed in Hindi. Then if every student passed in either English or Hindi or both the subjects, and 480 members of students passed in both the subjects, how many students are there in the class? ഒരു സ്കൂളിൽ 2 പരീക്ഷ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ പറയുന്നുണ്ട് എവ്രി സ്റ്റുഡൻറ് പാസ്ഡ് ഇൻ എയ്തർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓർ ബോത്ത്. അതായത് ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഏത് കാറ്റഗറിയിൽ പെടും? 3 കാറ്റഗറിയിൽ പെടും. ഏതൊക്കെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത്? അതായത് ഒന്നുകിൽ ഇംഗ്ലീഷിന് പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ ബോത്ത്. ഈ ബോത്ത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണല്ലേ, അതിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾ. അപ്പം ഇവിടെ ഉള്ളത്, അതായത് ഇംഗ്ലീഷിന് മാത്രം ഉള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിന് പാസ്സാവാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിന് മാത്രം പാസ്സായ കുട്ടികളാണ്, അല്ലെങ്കിൽ ഹിന്ദിക്ക് മാത്രം പാസ്സായ കുട്ടികളായിരിക്കും. അതും അല്ലെങ്കിൽ എന്താണ്, 2ലും പാസ്സായ ആൾക്കാർ. ഈ 3 കാറ്റഗറിയിലും പെടുന്നതാണ് അവിടെയുള്ള ടോട്ടൽ കുട്ടികൾ. അപ്പം ഇവിടെ 40% കുട്ടികൾ ഇംഗ്ലീഷിന് പാസ്സായെന്നാ പറയുന്നത്. അപ്പം 40% ഇത് മൊത്തത്തിലാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ശരിക്കും അവിടെ ഓൺലി ഇംഗ്ലീഷിന് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഇംഗ്ലീഷ് ആണെങ്കിൽ 40% മൊത്തം കുട്ടികളും കണ്ടോ ഇംഗ്ലീഷിന് പാസ്സായത്. മൊത്തത്തിൽ ഇംഗ്ലീഷിന് മാത്രമുള്ള കുട്ടികളും 2ഉം കൂടെയുള്ള കുട്ടികൾ എടുക്കാം. അതേപോലെ ഹിന്ദിക്ക് 30% എടുക്കുമ്പോൾ അതും ഇത് 2ഉം കൂടാണേ. അപ്പൊ നോക്കിയാൽ ടോട്ടൽ 40 + 30 70% അല്ലേ വരുന്നുള്ളൂ. അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് വീണ്ടും ഇത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് 70% വരുന്നുള്ളൂ. ടോട്ടൽ 100% വേണ്ടേ? ഈ 3ലും പെടുന്ന ആൾക്കാരെ ഇതിലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ബാക്കി 30% അവിടെ മിസ്സിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇംഗ്ലീഷിന് പാസ്സായ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് മാത്രം പാസ്സായ കുട്ടികൾ നമുക്ക് 40% കൊടുക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് 40% കൊടുക്കാം. അതേപോലെ ഹിന്ദിക്ക് മാത്രം പാസ്സായ കുട്ടികൾ 30% കൊടുക്കാം. ഞാൻ പറഞ്ഞു ഈ 3ലും പെടുന്ന ആൾക്കാരാണ് കുട്ടികൾ എന്ന് പറഞ്ഞു, സ്കൂളിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു. അപ്പൊ 40, 30, 70 കഴിഞ്ഞ് ബാക്കി 30% നമുക്ക് എവിടെ കൊടുക്കാം? ബോത്തിൽ കൊടുക്കാം. ആ 30% എത്രയാണെന്ന് പറയുന്നുണ്ട്? 480 പേരാണ്. 480 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തത്? 2 സബ്ജക്റ്റിനും പാസ്സായിട്ടുള്ളത്. സോ 30% 480 ആണെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 100% അല്ലേ? 100% എത്ര? 0 ക്യാൻസൽ ചെയ്യാം, പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം. 3 × 16 48, 10 × 16 160, 1600. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാം. ബി ഇസ് ദ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കമ്പനി 82% ഓഫ് എംപ്ലോയീസ് ആർ എബോവ് 45 years ഓഫ് ഏജ്. എമംഗ് ദം, ആ 82%-ൽ 70% എന്താണ്? മെയിൽസ് ആണ്. റെസ്റ്റ് ആർ ഫീമെയിൽസ്. ബാക്കി 30% ഫീമെയിൽസ് ആണ്. അതായത് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ 70% മെയില്, ബാക്കിയുള്ളത് 30% ഫീമെയിൽ. ഫീമെയിലിന്റെ എണ്ണം തന്നിട്ടുണ്ട് 1230 ഫീമെയിൽസ് ആണ് എന്തിലുള്ളത്? എംപ്ലോയീസ് എബോവ് 45 years എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി എന്നാണല്ലേ. ആകെ എംപ്ലോയീസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ എക്സ് എന്ന് എടുത്തോ, അതിന്റെ ടോട്ടൽ എക്സ് ആണെങ്കിൽ എക്സിന്റെ
82% 45 ആൻഡ് എബോ ഏജ് ഉള്ള ആൾക്കാരാണ്. ഈ 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ 70% മെയിലാണ്, ബാക്കി 30% ഫീമെയില്. ആ ഫീമെയിലിന്റെ എണ്ണം തന്നിട്ടുണ്ട് 1230. അതായത് 45 മുകളിൽ പ്രായമുള്ള ഫീമെയിലിന്റെ എണ്ണം. ഇപ്പൊ ടോട്ടൽ ആൾക്കാരിൽ 82% 45 മുകളിൽ പ്രായമുള്ളത്, അതിന്റെ 30% ഫീമെയിൽ 1230. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രന്നല്ലേ സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എക്സിന്റെ ടോട്ടൽ ഉള്ളതിന്റെ 82 അല്ലേ, 82%-ത്തിന്റെ 30% 1230 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ 1230 ഇൻറ്റു 100/82 ഇൻറ്റു 100/30 അല്ലേ. 0 ക്യാൻസൽ ചെയ്തു, 0 അവിടെ അല്ല, ഇവിടെ ക്യാൻസൽ ചെയ്യാനാണ് വിചാരിച്ചത്. 3 41 തവണ, 41 2 തവണ, 2 50 തവണ, 50 into 100 5000 ഈസ് ദ ആൻസർ അല്ലേ. 5000 ആളുകളാണ് അവിടെ ടോട്ടൽ എംപ്ലോയീസ് ഉള്ളത്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ടോട്ടൽ 5000 എംപ്ലോയീസ് ആണ് കമ്പനിയിൽ ഉള്ളതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. Price of petrol shot up by 15%. Before the hike, the price was rupees 82 per liter. A man travels 2639 km every month and his car gives a mileage of 13 km per liter. What is the increase in the monthly expenditure to the nearest rupees on the man's travel due to the hike in the petrol prices? പെട്രോളിന്റെ പ്രൈസ് 15% കൂടി. ഹൈക്കിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രൈസ് തന്നിട്ടുണ്ട് 82 രൂപ. ഒരാൾക്ക് മാസം 2639 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. ആൻഡ് ആളുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്ററിന് 13 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ വന്നിരിക്കുന്ന ഇൻക്രീസ് കാരണം ആളുടെ ട്രാവലിൽ മാൻസ് ട്രാവൽ ഡ്യൂ ടു മന്ത്ലി എക്സ്പെൻഡിച്ചറിൽ, ട്രാവലിന് വേണ്ടിയിട്ടുള്ള മന്ത്ലി എക്സ്പെൻഡിച്ചറിൽ, മാസത്തിലുള്ള ചെലവിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇൻക്രീസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഈ ഒരു പെട്രോളിൽ പ്രൈസിൽ വന്നിരിക്കുന്ന മാറ്റം കാരണം. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു മാസത്തേക്ക് അയാൾ എത്ര പെട്രോൾ ഉപയോഗിക്കുന്നു എന്നാണ് അല്ലേ. 1 ലിറ്ററിൽ 13 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 2639 കിലോമീറ്റർ ആണ് ഒരു മാസത്തേക്ക് ഓടുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് ഇയാൾക്ക് ആവശ്യമുള്ള പെട്രോളിന്റെ അളവ് 2639/13. 203 ആണല്ലേ, 230 ലിറ്റർ. 1 ലിറ്ററിൽ 15% ഹൈക്ക്, അതായത് 82 രൂപയുടെ 15% ആണ് 1 ലിറ്ററിൽ വരുന്ന മാറ്റം. 82 രൂപയുടെ 15% എന്ന് പറഞ്ഞാൽ എനിക്ക് 3/20 കൊടുക്കാം. ഇൻറ്റു അങ്ങനെ 203 ലിറ്റർ അല്ലേ, 203 ലിറ്റർ. 2 10 തവണ 82 41 തവണ. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് സം നോക്കിയാൽ മതി. യൂണിറ്റ് ഡിജിറ്റ് വർക്ക് ആവൂല, കാരണം 1 into 3 3 into 3 9 ആണ്. 9 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഡിജിറ്റ് സം വർക്ക് ആവും. താഴത്ത് നമുക്ക് 10 ആയതുകൊണ്ട് പ്രശ്നമില്ല. 4 1 5 ഇൻറ്റു 3, 5 3 15 6 അല്ലേ. 6 ഇൻറ്റു 5 30 3 ആണ് ഡിജിറ്റ് സം വരേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡിജിറ്റ് സം 3 വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ 9 ക്യാൻസൽ ചെയ്തു, 9 ക്യാൻസൽ ചെയ്തു. 2 4 6 6 12 3 വരുന്നുണ്ട്. അപ്പം എ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. 9 ക്യാൻസൽ ചെയ്തു, 7 2 9 ക്യാൻസൽ ചെയ്തു, 6 2 8 ആണ്. സോ ഓപ്ഷൻ ബി അല്ല. 9 9 പോയി, 2 5 7 6 13 4 ആണ്. സോ ഓപ്ഷൻ സിയും അല്ല. 2 2 4 5 9 ക്യാൻസൽ ചെയ്തു, 9 ക്യാൻസൽ ചെയ്തു, 6 ആണ് ഡിജിറ്റ് സം വരുന്നത്. സോ ഓപ്ഷൻ ഡിയും അല്ല. അപ്പൊ ഇതിൽ സെയിം ഡിജിറ്റ് സം വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. 2496.9 ആണ്.
496.9. Next question. A 20% drop in the price of sugar allows a customer to purchase 5 kg more for rupees 600. What is the new price of sugar per kilogram? പഞ്ചസാരയുടെ പ്രൈസിൽ 20% കുറവ് വന്നിരിക്കുന്നത് കാരണം കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റി? 5 കിലോഗ്രാം കൂടുതൽ 600 രൂപക്ക് വാങ്ങിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഷുഗറിന്റെ കിലോഗ്രാമിലുള്ള പുതിയ പ്രൈസ് എത്രയാണെന്നാണ് അല്ലേ? ന്യൂ പ്രൈസ് ഓഫ് ഷുഗർ എത്രയാണെന്നാണ് ചോദ്യം. ന്യൂ പ്രൈസ് ഓഫ് ഷുഗർ നമുക്ക് ഡയറക്ട്ലി കാണാവുന്നതേ ഉള്ളൂ. ഇവിടെ ഷുഗറിന്റെ പ്രൈസ് 20% കുറഞ്ഞപ്പോൾ 600 രൂപ, അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ 600 ആണ്. അതിന് 5 കിലോഗ്രാം വാങ്ങിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വാങ്ങിക്കുന്ന ആ ഒരു കൺസെപ്ഷനിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ ശരിക്കും ഈ 20% പ്രൈസിൽ വന്നിരിക്കുന്ന ഡ്രോപ്പ് നമുക്ക് എവിടെ റിഫ്ലക്ട് ചെയ്യേണ്ടതാണ്? എക്സ്പെൻഡിച്ചറിൽ. 600 ആ ഒരു കുറവ് കാണേണ്ടതാണ്. 600ന്റെ 20% കുറയ്ക്കുന്നതിന് പകരം ആ കുറഞ്ഞു കിട്ടിയ പൈസ, നമ്മൾ എക്സ്ട്രാ കിട്ടുന്ന പൈസക്ക് എന്ത് ചെയ്യുക ചെയ്തത്? 5 കിലോഗ്രാം എക്സ്ട്രാ മേടിച്ചു. അതായത് 5 കിലോഗ്രാം ഷുഗറിന്റെ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് 600ന്റെ 20% ആയിരിക്കണം അല്ലേ? ന്യൂ പ്രൈസ് ഫോർ 5 കിലോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? ന്യൂ പ്രൈസ് ഫോർ 5 kg അല്ല, 5 കിലോഗ്രാമിന്റെ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് 600ന്റെ 20% എന്ന് പറയാം. 600ന്റെ 10% 60 ആണ്. സോ 20% 120. 5 കിലോഗ്രാമിന്റെ പുതിയ പ്രൈസ് ആണ് 120. നമ്മളോട് ചോദിച്ചത് പെർ കെ ജി ആണ്. അപ്പോൾ 1 കിലോഗ്രാമിന്റെ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് 120/5 24 പെർ കെ ജി. പുതിയ പ്രൈസ് 24 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 24 ആണ് ആൻസർ എന്ന് പറയാം. ഇതേ സംഭവം തന്നെ ഒന്ന് തിരിച്ചു ചോദിക്കുന്നത്, അതായത് റിഡക്ഷൻ ഓഫ് 20% ഇൻ പ്രൈസ് ഓഫ് ഷുഗർ എനാബിൾസ് എ പേഴ്സൺ ടു ബൈ 5 കിലോഗ്രാം മോർ ഫോർ റുപ്പീസ്. അവിടെ 600ന് പകരം ഇവിടെ 100 ആണെന്ന് മാത്രം. പക്ഷേ ന്യൂ പ്രൈസ് അല്ല, ഒറിജിനൽ പ്രൈസ് ആണ് ചോദിക്കുന്നത്. ഒറിജിനൽ പ്രൈസ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? എടാ ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂ പ്രൈസ് കണ്ടുപിടിക്കാം. ആ ന്യൂ പ്രൈസ് എന്താണ്? ഒറിജിനൽ പ്രൈസിന്റെ 20% റിഡക്ഷനോട് കൂടെ ഉള്ളതാണ് അല്ലേ? അതായത് ഒറിജിനൽ പ്രൈസിന്റെ 80%. അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസും ന്യൂ പ്രൈസും തമ്മിലുള്ള റേഷ്യോ എടുത്തിട്ട് സോൾവ് ചെയ്താലും മതി. സോ ഇവിടെ നമ്മൾ കാണുമ്പോഴും ഡയറക്ട്ലി ആദ്യം എന്ത് പറയാം? ന്യൂ പ്രൈസ് ഫോർ എത്ര കിലോഗ്രാം ആണ്? 5 കിലോഗ്രാം. 5 കിലോഗ്രാമിന്റെ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് 100ന്റെ 20%, അതായത് 20 വന്നു അല്ലേ? അപ്പൊ 1 കിലോഗ്രാമിന്റെ ന്യൂ പ്രൈസ് എന്ത് വന്നു? 20/5 4 രൂപ. ഇവിടെ നോക്കിയേ, ശരിക്കും 20% റിഡക്ഷനോട് കൂടെയുള്ള പ്രൈസ് ആണ് 4. അതായത് ഒറിജിനൽ പ്രൈസിന്റെ 80% 4 ആണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്തായിരിക്കണം? ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 4 × 100/80 അല്ലേ? 5 രൂപ. 5 രൂപ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ അനോട്ടേഷൻ ഉള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിന്റെ അനോട്ടേഷനുള്ള PDF ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള ഈ ഒരു സീരീസിന്റെ കൂടുതൽ ക്ലാസ്സസ്, സീരീസ് സെഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു ടോപ്പിക്കിലുള്ള ഈ ഒരു PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.